ഹലോ ഫ്രണ്ട്സ്, മാമലകണ്ടം ട്രിപ്പിലേക്ക് എല്ലാവർക്കും സ്വാഗതം. തീയപ്പാറ വെള്ളച്ചാട്ടമാണ് നമ്മൾ മൂന്നാറ് മാമലകണ്ടം പോണ വഴിയിലെ തീയപ്പാറ വെള്ളച്ചാട്ടമാണ്. മഴ പെയ്തപ്പോ അടിപൊളിയായിട്ട് നല്ല സുന്ദരിയായിട്ട് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഹലോ ഫ്രണ്ട്സ്, ഇതാണ് മൂന്നാറത്തെ എക്കോ പാർക്ക്. ഫ്ലോറ ആൻഡ് ഫോണ മൂന്നാർ എക്കോ പാർക്ക്. 2-3 മണിക്കൂർ നമുക്കിവിടെ സ്പെൻഡ് ചെയ്യാം. സമയമില്ലാത്തതുകൊണ്ട് നമ്മൾ പോകണം. നമ്മൾ മാമലകണ്ടം പോയിക്കൊണ്ടിരിക്കുകയാണ്. നോക്കിയാൽ അറിയാം, നല്ല തിക്ക് ഫോറസ്റ്റിനുള്ളിൽ കൂടെയാണ്. നട്ടുച്ച നേരമാണ്, ഡെൻസ് ഫോറസ്റ്റ് ആണ്, ഡാർക്ക്നെസ് ആണ്. വൈൽഡ് ആനിമൽസിനെ എക്സ്പെക്ട് ചെയ്യുന്നുണ്ട്. നോക്കാം നമുക്ക്. മാമലകണ്ടം, എളംപ്ലാശ്ശേരി, കമ്പിലൈൻ. നമുക്ക് മാമലകണ്ടത്തേക്കാണ് പോകേണ്ടത്. ലെഫ്റ്റിലേക്കാണ്. ഗ്രാമീണ പശ്ചാത്തലവും കാടിന്റെ വന്യതയും ഒത്തുചേർന്ന ഒരു പാതയാണ് മാമലകണ്ടം റൂട്ട്. ബാക്കിൽ കാണുന്നതാണ് മാമലകണ്ടം ഹൈസ്കൂള്, ഗവൺമെന്റ് ഹൈസ്കൂള്. വെള്ളച്ചാട്ടമുള്ള സ്കൂള്, ഭയങ്കര ഫേമസ് ആണല്ലേ വെള്ളച്ചാട്ടമുള്ള സ്കൂള്. ഈ മഴയത്ത് തന്നെ വന്ന് കാണണം, അപ്പോഴാണ് ഇതിന്റെ ആ ഒരു ആംബിയൻസ് കിട്ടുക. മാമലകണ്ടം സ്കൂളിന്റെ മുന്നിൽ നിന്നൊരു കട്ടൻ ചായ കുടിക്കാം അല്ലെ. ജോൺസൺ മാസ്റ്റർ സംഗീതം കൂടി ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളി. ഇവിടെ നിന്ന് നമുക്ക് കൊയിനിപ്പാറ പോലുള്ള സ്ഥലങ്ങളിലേക്ക് ട്രക്കിംഗ് സൗകര്യമുണ്ട്. തിരിച്ചുള്ള വഴിയിൽ കാട്ടുചോലകളിൽ നീരാടിയും കളിച്ചും നമ്മൾ നേരെ നമ്മുടെ റോക്ക് ക്യാമ്പർ റിസോർട്ട് ലക്ഷ്യമാക്കി പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ നമ്മൾ നമ്മുടെ റിസോർട്ടിലേക്ക് പോവാണ്. റോക്ക് ക്യാമ്പർ, പേര് സൂചിപ്പിക്കുന്ന പോലെ പാറപ്പുറത്താണ്. റോക്കിന്റെ മുകളിൽ നമ്മൾ ക്യാമ്പ് ചെയ്യാൻ പോവാണ്. ഫുള്ള് കോടമഞ്ഞ് നിറഞ്ഞ ഒരു മലമുകളിൽ എത്തിയിരിക്കുകയാണ്. വന്നിട്ടുള്ള കാഴ്ചകൾ അവിടെ കാണാം. അപ്പോ റോക്ക് ക്യാമ്പറിന്റെ ഒരു ആംബിയൻസ് കാണാൻ വേണ്ടിയിട്ടാണ് നമ്മളിവിടെ വന്നിട്ടുള്ളത്. ഈ ഏരിയ മുഴുവൻ വൈഡാണ്, ഭയങ്കര രസമായിട്ടുള്ള ഒരു ഏരിയ ആണ്. ഫുൾ ഫോഗി ആയിട്ടുള്ള കോടമഞ്ഞ് കൊണ്ട് നിറഞ്ഞുള്ള ഒരു ഏരിയ ആണ്. ഇവിടെയാണ് ടെന്റുകളൊക്കെ അവർ സെറ്റ് ചെയ്തിട്ടുള്ളത്. നമുക്ക് ആ ഭാഗത്തേക്ക് പോവാം. മൂന്നാൾക്ക് സുഖമായിട്ട് കിടക്കാൻ പറ്റുന്ന ടെന്റുകളാണ് ഇവിടെയുള്ളത്. കുറെ അധികം ടെന്റുകൾ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ടെന്റ് സ്റ്റേ ആണെങ്കിൽ ഒരാൾക്ക് 1300 രൂപയാണ് ചാർജ്. 1500 രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഡിലക്സ് റൂം, അതല്ലെങ്കിൽ കോട്ടേജ്, ട്രീ ടോപ്പ് ഹട്ട്, വാലി ഫ്രണ്ടേജ് ഹട്ട്, ഇങ്ങനെ ഒരുപാട് ഓപ്ഷൻസ് സ്റ്റേയുമായി ബന്ധപ്പെട്ട് നമുക്കിവിടെ ലഭ്യമാണ്. 2000 പാക്കേജ് ഉണ്ട്. അതിലൊരു ജീപ്പ് ട്രക്കിങ്ങും ഒപ്പം ഫ്ലോറ ആൻഡ് ഫോണയിലെ എൻട്രി ടിക്കറ്റും കൂടി ഉൾപ്പെടും. കോടമഞ്ഞ്, ഓഹോ താഴ്വരയിലോഹോ രാത്രി മഞ്ഞ്, ആഹാ എന്താ രസം. ഇവിടുത്തെ മറ്റൊരു അട്രാക്ഷനാണ് ഇൻഫിനിറ്റി സ്റ്റൈലിലുള്ള സ്വിമ്മിംഗ് പൂള്. ഉച്ചതിരിഞ്ഞ് 3 മണി മുതൽ രാത്രി 10 മണി വരെയും അതുപോലെ രാവിലെയും നമുക്ക് ഒരുപാട് സമയം ഈ സ്വിമ്മിംഗ് പൂളിൽ ആർമാദിക്കാം. വൈകിട്ട് 5:30 നല്ല ചായയും കപ്പ പുഴുങ്ങിയതും മുളക് ചമ്മന്തിയും നമുക്ക് വേണ്ടി അവർ തയ്യാറാക്കിയിട്ടുണ്ട്.
ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണേ. ഔട്ട്ഡോർ ഇൻഡോർ ആക്ടിവിറ്റീസ് എല്ലാം ആസ്വദിച്ചതിന് ശേഷം 8:30 ആകുമ്പോൾ നമ്മുടെ ഡിന്നർ റെഡിയാവും. ചപ്പാത്തി, പൊറോട്ട, ചിക്കൻ കറി, ബീഫ്, അങ്ങനെ നെയ്ച്ചോറ് ഉൾപ്പെടെയുള്ള നല്ല ഒരു ബുഫെ സംവിധാനത്തിലാണ് അവിടുത്തെ ഡിന്നർ. ഡിന്നറിന് ശേഷം റിസോർട്ടിലെ നൈറ്റ് വൈബും ആസ്വദിക്കാം. ഒപ്പം അവരൊരുക്കിയ DJ-യിൽ നമുക്ക് ആടാം. മഴയുള്ളതുകൊണ്ട് ക്യാമ്പ് ഫയർ ഇന്നില്ല എന്നാണ് പറഞ്ഞത്. അതല്ലെങ്കിൽ ക്യാമ്പ് ഫയർ നമുക്ക് കിട്ടും. ക്യാമ്പർ റിസോർട്ടിലെ മോർണിംഗ് വൈബാണിത്. കോടമഞ്ഞിൽ ഒരു സെറ്റ് വന്നു പോയി. നമ്മുടെ ഇൻഫിനിറ്റി പൂള് രാവിലെ തന്നെ ലൈവാണ്. ഏർലി മോർണിംഗിൽ ബെഡ് ടീ കൂടാതെ വെള്ളയപ്പം, പൊറോട്ട, നൂലപ്പം, മുട്ടക്കറി, അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റും അടിപൊളിയാണ്. മാമലകണ്ടം റോക്ക് ക്യാമ്പർ റിസോർട്ടിനോട് വിട പറയുകയാണ്. നമുക്ക് ഇവിടുന്ന് പോവാൻ തോന്നുന്നില്ല. ഈ കോടമഞ്ഞും ഈ താഴ്വാരവും ഇവിടുത്തെ തണുപ്പും ഈ ആംബിയൻസും നമ്മളെ ഇവിടെ പിടിച്ചു നിർത്തണമെന്ന് പറയുന്നുണ്ടെങ്കിലും നമുക്ക് എന്താ മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ്, മൈൽസ് ടു ഗോ ബിഫോർ ഐ സ്ലീപ് എന്നാണല്ലോ. ഇനിയും യാത്രകളോടുകൊണ്ട് നമ്മൾ പോവുകയാണ്. തിരിച്ചിറങ്ങുമ്പോഴും വഴിയിലെ വെള്ളച്ചാട്ടങ്ങളും കോടമഞ്ഞും ആസ്വദിച്ച് നമ്മുടെ യാത്ര ഇവിടെ അവസാനിക്കുകയാണ്. മറ്റൊരു ട്രാവൽ വ്ളോഗിൽ കണ്ടുമുട്ടും വരെ ഗുഡ് ബൈ.